ഹലോ, എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മിനി FM റേഡിയോ ആണ്. അതിനായിട്ട് നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിരുന്ന ഒരു ആംപ്ലിഫയർ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഈ ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ കണ്ടാൽ നമുക്ക് ഇതുപോലെ ആംപ്ലിഫയർ ഉണ്ടാക്കാം. ഈ ആംപ്ലിഫയർ ഉപയോഗിച്ചാൽ നമുക്ക് FM റേഡിയോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രം നിർമ്മിച്ച ഒരു ആംപ്ലിഫയറാണിത്. നല്ല ക്ലിയർ ഉണ്ട്, പാസ്സൊക്കെ കിട്ടുന്നുണ്ട്. ഇതിന് കൂടുതൽ ചിലവൊന്നുമില്ല. ഒരു ഐസിയും കുറച്ച് കപ്പാസിറ്ററുകളും മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ ഒരു ആംപ്ലിഫയർ, ഇതുപോലൊരു MP3 മൊഡ്യൂള്, ഒരു 3.7 വോൾട്ട് ബാറ്ററി, ഇതുപോലെ ഒരു ആൻറ്റണ, ഇതുപോലെ ഒരു സ്പീക്കർ. ഈ സ്പീക്കർ 2 കൊടുക്കണം. നമ്മളിപ്പോൾ തനിക്കാലം ഇത് ചെറിയൊരു ബോക്സാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ബോക്സിൽ ഒരു സ്പീക്കറേ പോവുള്ളൂ. നമ്മളുണ്ടാക്കിയ ആംപ്ലിഫയറും അതുപോലെ തന്നെ നമ്മൾ MP3 മൊഡ്യൂളും ഒക്കെ സ്റ്റീരിയോ ആണ്. അപ്പോൾ ഒരു ലൈനേ കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതാണ് നമ്മളെ ബോക്സ്. ഇത് നമ്മൾ PVC പൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. ഇത് എങ്ങനെ ഇതുപോലുള്ള ബോക്സ് നിഷ്പ്രയാസം ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാർ സ്റ്റീരിയോ പാർട്ട് 1 പറഞ്ഞ വീഡിയോ കണ്ടാൽ അതിൽ എനിക്ക് നല്ലപോലെ ഇത് ബോക്സ് ഉണ്ടാക്കുന്നത് മനസ്സിലാവും. ഇതിൽ കാര്യമൊന്നുമില്ല, ഇത് വെറുതെ രസത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തതാണ്. ഇതെന്താ സാധനം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളെ ലെഡിൻ്റെ ആ സാധനം ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലുള്ള അത് കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചതാണ്. അവിടെ നമുക്ക് കാഴ്ചക്ക് ഒരു ലുക്ക് ഉണ്ടാവും. ഇവിടെയൊക്കെ ഫിറ്റാക്കി വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് നിർബന്ധമൊന്നുമില്ല. ഇവിടെ കുറച്ച് ഹോൾസ് മാത്രം ഇട്ടാൽ മതി സ്പീക്കർ വരുന്നിടത്ത്. നമ്മളെ സർക്യൂട്ട് 5 വോൾട്ടിൽ വർക്ക് ചെയ്യണതാണ്. അതിനെക്കൊണ്ട് നമുക്ക് ഇതിൽ 3.7 വോൾട്ട് കിട്ടുമ്പോൾ നമുക്ക് 5 വോൾട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പവർ ബാങ്കിൻ്റെ ഒരു മൊഡ്യൂൾ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ബാറ്ററി ചാർജ് ആക്കാനും ഇത് ഉപയോഗിക്കുക. അതിൽ നിന്ന് 5 വോൾട്ട് നമ്മൾ ഔട്ട്പുട്ട് ഇതിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ നമ്മൾ MP3 മൊഡ്യൂൾസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതും കൂടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വോളിയം കൺട്രോൾ ഇതിന്മേൽ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ 2 പ്ലസ് ഒരു മൈനസുമാണ് ഈ വയറിൽ വരുന്നത്. അത് പ്ലസ് ഒരു സൈഡിൽ കൊടുക്കുക, മറ്റേ സൈഡിൽ മൈനസ് കൊടുക്കുക. നമ്മൾ മോണോ ആയിട്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്, സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ വയർ ഇതിൽ കൊടുക്കേണ്ടതില്ല. ഇതിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കേണ്ടത്. നമ്മൾ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളിതിൽ 2 സ്പീക്കർ കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഇതൊക്കെ സ്റ്റീരിയോ ആണ്. ഇത് സ്റ്റീരിയോ ആണ്, നമ്മളുണ്ടാക്കിയ ആംപ്ലിഫയറും സ്റ്റീരിയോ ആണ്. നമ്മൾ ഒറ്റ സ്പീക്കർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളെ ബോക്സിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഒറ്റ സ്പീക്കർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇത് സ്റ്റീരിയോക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരെണ്ണം ഇവിടെ താഴെയും ഒരെണ്ണം മേലെയും കൊടുക്കുക. ഇതുപോലെ വോളിയം കൺട്രോൾ വാങ്ങിയിട്ട് ഗ്രൗണ്ട് സെൻറ്ററത്തെ വയറാണ് ഗ്രൗണ്ട് വരിക. അത് ഇതിൽ കൊടുത്ത് ഇതിൽ നിന്ന് തന്നെ ഒരു വയർ താഴേക്കും കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നിന്നൊരു വയർ എടുത്തിട്ട് ഈ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഒരു വയർ എടുത്തിട്ട് ആംപ്ലിഫയറിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുത്താൽ മതി. ഈ 2 ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ തന്നെ വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വോളിയം കൺട്രോൾ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കൊടുക്കാതിരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഓണാക്കുമ്പോൾ തന്നെ വലിയ സൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര ചലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൗണ്ട് ഒരു ക്ലിയർ ഇല്ല. അതുകൊണ്ട് ഇനി ഇതിൽ ഈ ഓഡിയോ വയർ വരുന്നിടത്ത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒന്നൊരു സൈഡിലും മറ്റേ സൈഡിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ ആംപ്ലിഫയറിന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഗ്രൗണ്ടിൻ്റെ വയർ നമ്മൾ വോളിയം കൺട്രോളിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇതിൽ നമ്മൾ ഇവിടെ ഈ ICന്ന് ഒരു 470 PF കണ്ടൻസർ 15-ാം നമ്പറിൽ നിന്ന് പോകുന്നുണ്ട്. അതാണ് സ്പീക്കർക്ക് കണക്ട് ചെയ്യേണ്ടത്. സ്പീക്കറിൻ്റെ പ്ലസ്സാണ് ഇതിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ മറ്റ് സ്പീക്കറിൻ്റെ മറ്റൊന്ന് ഗ്രൗണ്ടിലേക്ക് നേരിട്ട് കൊടുത്താൽ മതി. ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് 100 UF-ൻ്റെ. അതിൻ്റെ പ്ലസ് പോയിൻ്റ് 14-ാം നമ്പർക്കും നെഗറ്റീവ് പോയിൻ്റ് 15-ാം നമ്പർക്ക് കൊടുത്താൽ മതി. ഇവിടെ 2 ഗ്രൗണ്ട് 13-ഉം 12-ഉം ഗ്രൗണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട് 100 UF.
അതിൻ്റെ പ്ലസ് പോയിൻ്റ് 11 കൊടുക്കുക, നെഗറ്റീവിൻ്റെ നെഗറ്റീവ് കൊടുക്കുക. ഇത് 104 കപ്പാസിറ്ററാണ്. സെറാമിക് കപ്പാസിറ്റർ ചെറുത് കൊടുത്താലും മതി. 104. അത് ആഡിയോ റൈറ്റ് ഇന്നാണ്, അതിലേക്കാണ് നമ്മൾ ആഡിയോ കൊടുക്കേണ്ടത്. 9-ാം നമ്പർ അതേപോലെ തന്നെ നെഗറ്റീവിലേക്ക് ഗ്രൗണ്ട് ചെയ്യുക. ഇവിടെയാണ് 16-ാം നമ്പർക്കാണ് പോസിറ്റീവ് കൊടുക്കേണ്ടത്. ഇത് 3.7 വോൾട്ട് മുതൽ 6 വോൾട്ട് വരെ കൊടുക്കുക. പ്ലസ് പോയിൻ്റ് അവിടെ കൊടുക്കുക. അതിൽ നമുക്ക് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടൊരു കപ്പാസിറ്റർ കൊടുക്കേണ്ടതുണ്ട്. ഞാനിതിലിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള 1000 ആണ്. നമുക്ക് അതിൽ കുറച്ചും കൂട്ടിയൊക്കെ ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഫിൽറ്ററിങ്ങിനുള്ളതല്ലേ, അതങ്ങനെ ചെയ്താൽ മതി. ഇതേ സെയിമാണ് ഇപ്പുറത്തും ചെയ്യേണ്ടത്. പിന്നിൻ്റെ നമ്പർ മാറ്റേണ്ടത്. ഇതിൻ്റെ നേർരേഖയിലുള്ള പിന്നൊക്കെ അതേമാതിരി ചെയ്താൽ മതി. ഇത് സിമ്പിളാണ്. 15 എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് ഞാൻ പറഞ്ഞല്ലോ. അത് ഇവിടെ 2 എന്നാണ് ഔട്ട്പുട്ട്. സ്പീക്കർ ലെഫ്റ്റ്, 15 റൈറ്റ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സർക്യൂട്ട്. എല്ലാവർക്കും സിമ്പിളായി ചെയ്യാം. ഏത് സാധാരണക്കാർക്ക് പോലും ചെയ്യാവുന്നൊരു സർക്യൂട്ടാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ നമ്മൾ ഈ USB സർക്യൂട്ടിൽ നിന്നാണല്ലോ നമ്മൾ 5 വോൾട്ട് എടുക്കുന്നത്. ഇവിടെ ഇതിൻ്റെ 4 പിന്നാണ് ഇതിലുള്ളത്. അതിൽ ഇടത്ത് ഭാഗത്തുള്ള പിന്നിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ട് എടുക്കുക, ഇവിടെ നിന്ന് പോസിറ്റീവ് എടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ 5 വോൾട്ട് ഈ സർക്യൂട്ടിൽ കൊടുത്തിട്ടുള്ളത്. അതങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ഇപ്പുറത്ത് നമ്മളിതിൽ ഇങ്ങനെ ഇവിടെ ഇതിവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതുപോലുള്ളൊരു ഫീമെയിൽ സോക്കറ്റാണ്, ഫീമെയിൽ സോക്കറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് 2 പിന്ന് ഇവിടെ കിട്ടും. അതിൽ നമ്മൾ ഇവിടുന്ന് അവിടെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ പിടിക്കുമ്പോൾ അടുത്ത ഭാഗത്തു നിന്നുള്ള ഇവിടുന്ന് ഗ്രൗണ്ട് എടുക്കുക, ഇവിടുന്ന് പ്ലസ് എടുക്കുക, മൈനസ് പോസിറ്റീവ്. ഇങ്ങനെ ഇതിന്ന് ഈ അടുത്ത ഭാഗത്ത് ആദ്യത്തെ ഇതിന്ന് നമുക്ക് ഗ്രൗണ്ട് എടുക്കുക, രണ്ടാമത്തേന്ന് പ്ലസ് എടുക്കുക. ഇവിടെ അതുപോലെ തന്നെ എടുത്താൽ മതി. ഇവിടെ ഗ്രൗണ്ട്, ഇവിടെ പ്ലസ്. അത് നേരിട്ട് നമ്മൾ സർക്യൂട്ട് കൊടുക്കുക. ഇവിടെ ബാറ്ററി കൊടുക്കുക. ബാറ്ററിൻ്റെ പ്ലസ്സും മൈനസും നോക്കി കൊടുത്താൽ മതി ബാറ്ററിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഇനി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ക്ലാസ് ഡി ടൈപ്പ് ആംപ്ലിഫയറാണിത്. ഇത് ഉപയോഗിക്കാൻ നമുക്ക് വളരെ സുഖത്തരം സംഭവങ്ങളൊക്കെ. പക്ഷെ എന്തുണ്ടാവില്ല, നമുക്കിതിൽ റേഡിയോ വർക്ക് ചെയ്യില്ല. ഇത്തരത്തിലുള്ള ആൻറ്റന ഉപയോഗിച്ച് ഒരിക്കലും സ്റ്റേഷൻ ബോർഡും കിട്ടില്ല നമുക്കിതിൽ. ഇത് ഉപയോഗിച്ചാൽ ഇത് നല്ല ക്ലിയറാണ്, നല്ല സൗണ്ടാണ്. ബ്ലൂടൂത്തിന് ഇതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 40 രൂപ കൊടുത്താൽ നമുക്ക് മെനക്കെടൊന്നും ഇല്ലാതെ ഇത് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഇവിടെ ഇങ്ങനെ ഈ വയറ് കുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതേമാതിരി സോക്കറ്റ് ഇങ്ങനെ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമുണ്ടല്ലോ. ഇതിൽ ഇവിടെ സോൾഡർ ചെയ്തുകൊണ്ട് ഷോർട്ടാണ്, കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വരുന്നതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം.